ജനകീയ പത്രം പ്രസിദ്ധീകരണത്തിന്റെ 14ാം വാർഷികാഘോഷം ഏറ്റുമാനൂരിൽ നടന്നു. ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രത്യേകിച്ച് കോർപ്പറേറ്റ് മേഖലകളൊക്കെ തന്നെ പത്രപ്രവർത്തന രംഗത്തേക്ക് കടന്നു വരികയും മാധ്യമങ്ങൾ പലപ്പോഴും അവരുടെ വെപ്പടിക്ക് നിൽക്കേണ്ടി വരികയൊക്കെ ചെയ്ത ഒരു കാലഘട്ടത്തെക്കുറിച്ച് പിന്നീട് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ സ്വതന്ത്രമായ പത്രപ്രവർത്തനം അത്ര സുഖകരമായ അല്ലെങ്കിൽ അത്ര അനായാസകരമായ ഒരവസ്ഥയല്ല എന്നതാണ് പുതിയ കാലഘട്ടം. പ്രത്യേകിച്ച് നമുക്കറിയാം, അവിടെ ഇതേ പലപ്പോഴും പറയാറുണ്ട്, പോസ്റ്റ് ഒരു ഇറയെന്ന് പറയാറുണ്ട്, സത്യാനന്തര കാലഘട്ടം. അപ്പം അതുകൊണ്ട് തന്നെ പലപ്പോഴും സത്യങ്ങൾ ഏതാണെന്ന് തിരിച്ചറിയാൻ ഒരുപാട് ബുദ്ധിമുട്ടിട്ട് വരുന്ന ഒരു വർത്തമാനകാല പരിസ്ഥിതിയിലാണ് ഞാനും നിങ്ങളൊക്കെ തന്നെ ജീവിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബിഷപ്പ് ഡോക്ടർ പത്രോസ് കൊച്ചുതറയിൽ അനുഗ്രഹ പ്രഭാഷണം. നമ്മുടെ ജനകീയ പത്രം അതിൻ്റെ ശൈശവദശ കഴിഞ്ഞു, ബാല്യകാലവും കഴിഞ്ഞു, ഇനി വേണം യൗവനത്തിലേക്ക് പ്രവേശിച്ചു എന്നാണ് നമ്മൾ പറയാം. 15 വയസ്സൊക്കെയായി കഴിയുമ്പോൾ യൗവന കാലത്തിലേക്കാണ് ഒരു മനുഷ്യൻ്റെ ആ കാലയളവ് നമ്മൾ ചിന്തിക്കുന്നത്, അത് വിഭജിക്കുന്നത്. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ 14 വർഷക്കാലം അല്ലെങ്കിൽ 13 വർഷക്കാലം പ്രതിസന്ധികളുടെയും പ്രതികൂലങ്ങളെല്ലാം മധ്യത്തിലൂടെ നമ്മുടെ അസംബന്ധി സാർ വളരെ ഭംഗിയായ രീതിയിൽ ഇതിന്റെ പ്രവർത്തനം നടത്തിക്കൊണ്ട് പോകുന്നു. അദ്ദേഹത്തിന്റെ പത്രത്തിന്റെ ഒരു ജനകീയ പത്രമെന്നാണ് നടത്തി. നഗരസഭാ അധ്യക്ഷ ലവ്ലി ജോർജ് പുസ്തക പ്രകാശനം നിർവഹിച്ചു. ചീഫ് എഡിറ്റർ ആർബർട്ട്സൺ പൊതി അധ്യക്ഷനായിരുന്നു. സണ്ണി എബ്രഹാം കറുകച്ചാൽ, ജോസി തുമ്മാനത്ത്, PK ജോയി തുടങ്ങിയവർ പ്രസംഗിച്ചു. വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയവർക്കുള്ള ജനകീയ പ്രതിഭാ പുരസ്കാര സമർപ്പണവും നടന്നു.